നമ്മൾ ഈ ക്ലാസ്സിലൂടെ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സ്പീഡായിട്ട് നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകും. നമുക്ക് വളരെ സ്പീഡായിട്ട് എങ്ങനെ നമുക്ക് പൈസ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. രണ്ട് ടെക്നിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് എന്താണ് തുടങ്ങുന്നതിന് മുൻപേ നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ കാണുന്ന ആളുകൾക്ക് താഴെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ലൈവായിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പെയ്ഡ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് അവിടെ നിന്ന് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മളൊരു സാധനം അക്സെപ്റ്റ് ചെയ്യണം. മണി ഈസ് ആൻ എനർജി. ഈ പൈസയുടെ ഈ ലോകത്ത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും എളുപ്പം പൈസയാണ്. പൈസയും അങ്ങനെയുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പം. ചല്ലേക്ക് ടൈപ്പ് ചെയ്ത് എന്തുകൊണ്ടായിരിക്കും അറിയോ? ചല്ലേക്ക് ടൈപ്പ് ചെയ്തേ, ഒന്ന് ചല്ലേക്ക് ടൈപ്പ് ചെയ്തേ. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള സംഭവം ഏറ്റവും എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം? ചല്ലേക്ക് ടൈപ്പ് ചെയ്യോ? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എന്തുകൊണ്ട് നമുക്ക് പൈസ പോലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമെന്ന് ഞാൻ പറയാൻ കാരണം? ചല്ലേക്ക് പറയാം. നമുക്ക് പൈസ എന്തുകൊണ്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പമെന്ന് പറയാൻ കാരണം ഇനി ആരെങ്കിലും ഉണ്ടോ? ചല്ലെ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ സമയം പോകുന്നു. ഈ വീഡിയോ യൂട്യൂബിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് റെസ്പോണ്ട് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറയാം. അതായത് പൈസ എന്ന് പറയുന്ന സംഭവത്തിനാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. അതിന് കാരണം അതല്ല, പൈസയ്ക്ക് ഫ്രീ വില്ലില്ല. ഓക്കെ, അപ്പോ ഞാൻ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് പേഴ്സൺ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പൈസയ്ക്ക് ഒരു ഫ്രീ വില്ലുണ്ട്. അല്ല, സോറി, പൈസയ്ക്ക് ഒരു ഫ്രീ വില്ലല്ല, അദ്ദേഹത്തിന് ഒരു ഫ്രീ വില്ലുണ്ട്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിവുണ്ട്, അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാം, അദ്ദേഹത്തിന് വേറൊരാളെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഒരു ലവ് അഫെയർ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിഗതമായ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ പൈസയ്ക്ക് പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അതേസമയം പൈസയ്ക്കല്ല, അദ്ദേഹത്തിന് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതേസമയം പൈസ എന്ന് പറയുന്ന സംഭവത്തിന് അങ്ങനെ പറ്റില്ല. പൈസയ്ക്ക് ഫ്രീ വില്ലില്ല. അതായത് സ്വന്തമായി ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി ആർക്കില്ല? പൈസയ്ക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസയെ വളരെ സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ റിലേഷൻഷിപ്പിൽ നമുക്ക് റിലേഷൻഷിപ്പും സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം, പ്രൊവൈഡഡ് എത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് സ്പീഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അറിയോ? അത് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് വന്നു, അത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. മണിയാണ് ഇവിടെ ടോപ്പിക് എങ്കിലും. അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇന്ന ഇന്ന ക്യാരക്ടറുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ആളിനെ നമുക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ? കാരണം അയാൾ എവിടെയോ ഉള്ള അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ എവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാളെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. പക്ഷെ മറ്റതും പറ്റും. ബട്ട് യു ഷുഡ് ടേക്ക് എഫേർട്സ്, യു ഷുഡ് ഡു കണ്ടിന്യൂസ് പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിലേക്ക് തിരിച്ചു വരാം. പൈസയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം പൈസയ്ക്ക് ഫ്രീ വില്ലില്ല. നിങ്ങൾ എപ്പോഴാണ് മണി ഈസ് ജസ്റ്റ് ആൻ എനർജി. ഗാന്ധിജിയുടെ പേപ്പർ കഷ്ണത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വിലയാണ് പൈസയുടെ വില. അതുകൊണ്ടാണ് നോട്ട് നിരോധിച്ചപ്പോഴത്തേക്കും പൈസയ്ക്ക് വില. കാരണം നമ്മുടെ മനസ്സിലുള്ള വില മാത്രമാണ് പൈസയ്ക്കുള്ളത്. അപ്പോ എങ്ങനെ നമുക്ക് പൈസയെ മാനിഫെസ്റ്റ് ചെയ്യും? നമ്മൾ പറഞ്ഞു പൈസ ഇസ് എൻ എനർജി. ഈ ലോകത്തിലുള്ള എല്ലാം എനർജിയാണ്. ഈ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ എനർജിയാണ്. നമ്മളെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം? പൈസയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും എന്തും നമുക്ക് മാനിഫെസ്റ്റ്. കാരണം വി ആർ ആൾ വൺ, നമ്മളെല്ലാം എനർജി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ പൈസയുടെ എനർജിയുമായിട്ട് നമ്മൾ അലൈൻഡ് ആവണം. അല്ലെങ്കിൽ സോഴ്സ് എനർജി അല്ലെങ്കിൽ
യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള പൈസയുടെ എനർജി അലൈൻഡ് ആവണം. നിങ്ങൾ എത്ര പേര് റെസണൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. റെസണൻസ് എന്നൊരു തിയറി ഉണ്ട്. അതായത് നമ്മളൊരു പട്ടാളക്കാർ പോകുന്ന സമയത്ത്, ഒരു ബ്രിഡ്ജിൽ കൂടെ പട്ടാളക്കാർ പോകുന്ന സമയത്ത് അവര് കാലുകൾ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചാണ് ബ്രിഡ്ജിൽ കൂടെ പട്ടാളക്കാർ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഒരുമിച്ച് അടിക്കത്തില്ല. ഒരുമിച്ച് കാലുകൾ, സാധാരണ അവർ ഭയങ്കര യൂണിഫോമിറ്റിയാണ്, അവർ ഒരുമിച്ചായിരിക്കും കാലുകൾ അടിക്കുക അല്ലെ. പക്ഷെ ഈ ഒരു കേസിൽ അവർ ഒരുമിച്ച് കാലുകൾ അടിക്കില്ല ബ്രിഡ്ജിൽ കൂടെ പോകുമ്പോൾ. കാരണം എന്താണെന്നറിയോ? കാരണം ആ പാലം ബ്രേക്ക് ആവും. അതായത് അവരുടെ കാലുകളുടെ ഫ്രീക്വൻസിയും ആ പാലത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും അല്ലെങ്കിൽ എർത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും കൂടെ അലൈൻഡ് ആകുമ്പോൾ പാലം ബ്രേക്ക് ആവും. അതേ കണക്കാണ് മണി. മണി ഈസ് ആൻ എനർജി നമ്മൾ മനസ്സിലാക്കുക. അതിന് മണി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കണം. എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണം? വാട്ട് ഇറ്റ്സ് ലുക്സ് ലൈക്ക്. നമുക്ക് ഒരുപാട് കാശ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവും? ഒരുപക്ഷെ നിങ്ങൾക്ക് കാർ ഉണ്ടാവും, നിങ്ങൾക്ക് വീടുണ്ടാവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, ചിലപ്പോൾ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വാട്ട് ഇറ്റ്സ് ലുക്ക് ലൈക്ക്, അവിടെ എന്തൊക്കെയാണ് ലുക്ക് ലൈക്ക് എന്ന് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചാനൽ ടൈപ്പ് ചെയ്തേ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തർക്കും മനസ്സിലാവുന്നു. ചാനൽ ടൈപ്പ് ചെയ്തേ. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് യെസ്. അപ്പോൾ പൈസ എങ്ങനെ നമുക്ക് ലുക്ക് ആവും? എങ്ങനെയാണ് പൈസ ഇരിക്കുന്നത്? പൈസ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് കൃത്യമായിട്ട്. കാരണം അത് ലോകത്തിൽ എപ്പോഴും യു ഷുഡ് ഹാവ് ക്ലാരിറ്റി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പൈസ എങ്ങനെ നമുക്ക് ലുക്ക്, പൈസ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ട്? ചിലപ്പോൾ കാർ ഉണ്ടാവും, നമുക്ക് എന്ത് കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ നമ്മൾ ആൾറെഡി ചാർട്ട് ചെയ്യണം. അപ്പം എനിക്ക് കാർ ഉണ്ടാവും, എനിക്ക് വീടുണ്ടാവും, എനിക്ക് ഇന്നതുണ്ടാവും, എനിക്ക് ചിലപ്പോൾ വലിയ ബൈക്കുകൾ ഉണ്ടാവും, എനിക്ക് പ്രീമിയം ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റും, ബിസിനസ് ക്ലാസ്സിൽ പോയി ഫ്ലൈറ്റിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ രൂപപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഇടത് സൈഡിൽ എഴുതുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് മാനിഫെസ്റ്റേഷൻ സ്പീക്കർ എന്തുകൊണ്ടാണ്? കാരണം വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കും നിങ്ങൾ അത് ആയിത്തീരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിത്തീരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്തകളെ കൃത്യമായിട്ട് അലൈൻഡ് ആക്കണം അല്ലെ. അപ്പൊ ആ ചിന്തകളെ അലൈൻഡ് ആക്കണം. ചിന്തകൾ മാത്രം അലൈൻഡ് ആയിട്ട് കാര്യമില്ല. നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് എന്തുണ്ടാവണം? നമ്മൾ ആൾറെഡി ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം അതിന് നമ്മളുടെ ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സിഗ്നലും ഉണ്ടാവും, മാഗ്നറ്റിക് സിഗ്നലും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. എന്ത് സിഗ്നൽ ഉണ്ടാവും? നമുക്ക് ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാവും, നമുക്ക് മാഗ്നറ്റിക് സിഗ്നൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് സിഗ്നൽ എന്താണ്? നിങ്ങളുടെ ഇമോഷൻസ്. ഓക്കെ, മാഗ്നറ്റിക് സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആണ്, നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ ചിന്തകൾ ചിലപ്പോൾ റൈറ്റ് ആയിരിക്കും, പക്ഷെ ഫീലിങ്സ് റോങ് ആയിരിക്കും. പല ആളുകളും പറയുന്ന കേൾക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി പോസിറ്റീവാണ്, അവർ നല്ലത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അവരുടെ ഉപബോധ മനസ്സിൽ കൂടെ നല്ല ചിന്തകളുണ്ട്, പക്ഷെ അവരുടെ ഫീലിങ്സ് റോങ് ആണ്, നമ്മുടെ ഇമോഷൻസ് റോങ് ആണ്. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പൂർണ്ണമായ സന്തോഷമുള്ള അവസ്ഥ വരണം, പൂർണ്ണമായ ഹാപ്പിനെസ് വരണം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഹാപ്പിനെസ് വരണം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ആ എനർജി ഫീൽഡാണെന്ന് ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം. റോഡിൽ കൂടെ ഏതെങ്കിലും പൈസ ഉള്ള ഒരാൾ പോകുമ്പോൾ അപ്പോഴേ പറയാം അവൻ കള്ളപ്പണം. ബിസിനസ്സുകാരില്ല, പൊതുവെയുള്ള കേരളത്തിലുള്ള ഇപ്പൊ മാറി മാറി വരുന്നു, പുതിയ തലമുറ വരുന്നതനുസരിച്ച് പൊതുവെ കേരളത്തിലുള്ള ഒരു പൊതുവിലുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരെല്ലാം കള്ളപ്പണക്കാരാണ്, ബിസിനസ്സുകാരെല്ലാം കള്ളന്മാരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വൈ ബിസിനസ് പീപ്പിൾ ആർ മേക്കിംഗ് മണി. ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പിൾ ഓഫ് മണി. ഇഫ് യു ഗീവ് മണി യു വിൽ ഗെറ്റ് മോർ. നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം നിശ്ചിതമായി നിങ്ങൾ ഡൊണേറ്റ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് മോർ. യൂസഫ് അലി സാറിന്റെ ആസ്തി 50,000 കോടിയിൽ നിന്ന് ഇപ്പൊ 63,000 കോടിയിലേക്ക് വന്നു. പൈസയ്ക്ക് വല്ല കുറവുണ്ടോ? കൊടുക്കുന്നതിന് വല്ല കുറവുണ്ടോ? അദ്ദേഹത്തിന് ഒരുപാട് പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം അപ്പൊ പൈസ തീർന്നു പോകും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാം, എത്ര പേര് നമ്മുടെ ആ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത് ലൈവ് അല്ലായിരുന്നു, നമ്മുടെ വീഡിയോസ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ട് എന്താണ്? അപ്പം മണി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറയുന്ന കള്ളം റിപ്പീറ്റ് ചെയ്ത് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വിശ്വസിപ്പിച്ചിരിക്കുകയാണ്.
നിങ്ങൾക്ക് ഓരോ മനുഷ്യന്മാർക്കും പൈസ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ സത്യത്തിലേക്ക് എത്തണം. യഥാർത്ഥ സത്യം എന്താണ്? ഈ നിമിഷം നിങ്ങൾ വെൽത്തി ആണെന്നുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾക്ക് സമ്പത്തുണ്ടെന്നുള്ളതാണ്. ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കുട്ടി എന്താ, ആ കുട്ടിക്ക് പൈസ ഇത് ഇന്നത് കൊടുത്താൽ പൈസ കിട്ടില്ലെന്നൊന്നും അറിയില്ല. അവൻ ആഗ്രഹിക്കുന്നു, നേടിയെടുക്കുന്നു, കരഞ്ഞ് നേടിയെടുക്കുന്നു. ദാറ്റ് ഈസ് മൈൻഡ് സെറ്റ്. കാരണം എന്താണ്? അവൻ നമ്മളെപ്പോലെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായി തളർച്ച പ്രശ്നത്തിലായിരിക്കും. ആ തോട്ട് പ്രോസസ്സിലേക്ക് എത്താൻ അവൻ സമയമായിട്ടില്ല. അവൻ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വീണ്ടേ ഉള്ളൂ. നമ്മൾ പൂർ മൈൻഡ് സെറ്റ് അവനെ എംബഡി ചെയ്തു. മനഃപൂർവ്വമല്ല, അതൊരു തെറ്റല്ല, ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. ഇത് പല ആളുകളും പറയും ബുദ്ധന് മാത്രം, എല്ലാ ആളുകളും പറയും ബോധോദയം ബുദ്ധന് മാത്രം, സ്വാമികൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ എന്താ പറയുന്നത്? ബോധോദയത്തിന്റെ അർത്ഥം ബോധത്തിന്റെ ഉദയം എന്ന് മാത്രമാണ് സുഹൃത്തുക്കളെ. ബോധത്തിന്റെ ഉദയം എന്ന് മാത്രമാണ്. ബോധം എന്ന് പറഞ്ഞാൽ അവയർനെസ്. ഈ ക്ലാസ്സിലിരിക്കുന്ന, ഈ നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന, നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലാണെങ്കിലും ഫ്രീ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പല ആളുകളും ആദ്യമായിട്ടായിരിക്കും ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേൾക്കുന്നത്. അവർക്ക് ബോധം വന്നു, അവർക്ക് അവയർനെസ് വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചിന്ത കൊണ്ട് ഒരു പൂവിനെ പോലും നമുക്ക് വാടിക്കാൻ ശേഷിയുണ്ട്. അറിയോ? നിങ്ങളുടെ പൂവിനെ പോലും, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും, ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട നമ്മളുടെ അമ്മയുടെയും അച്ഛന്റെയും ആരോഗ്യസ്ഥിതിയെ വരെ മാറ്റാനുള്ള ശേഷി നമ്മളുടെ ചിന്തകൾക്കാണുള്ളത്. മനസ്സിലാവും? നിങ്ങൾ ചിന്തിക്കുകയാണ് അമ്മയ്ക്കും അച്ഛനും ആരോഗ്യശേഷി കുറവ്, അല്ലെങ്കിൽ അവർക്ക് അയ്യോ പ്രായമായ അസുഖം കൂടി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അവരുടെ അസുഖം ദിവസം കഴിയുന്നവരും കൂടി. കാരണം ചിന്തകളാണ് എല്ലാം. ആരോമൽ എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു സംഭവത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ് സുഹൃത്തുക്കളെ. കഷ്ടപ്പെടുന്നവന്റെ ലോകമല്ല. കാരണം ലോകത്ത് എല്ലാവരും കഷ്ടപ്പെട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന ഭൂരിഭാഗപ്പെടുന്ന ആളുകളെല്ലാം ബിസിനസ്സുകാരോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ എന്താണ് പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കുക. ദേ മേക്ക് മണി. അവർ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് അല്ലെ. ദേ മേക്ക് മണി. അപ്പൊ എല്ലാവരും കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. നമ്മൾ എപ്പോഴും പറയും, ഇന്ന് വേറൊരാളെ, ഞാനൊരു കോള് വിളിച്ചു ഒരാളുടെ. അപ്പൊ അയാൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നു ഈ ലോ ഓഫ് അട്രാക്ഷൻ തട്ടിപ്പാണ്, കള്ളമാണ്, വിവരക്കേടാണ്, മറ്റതാണ്, മറിച്ചാണ്. അപ്പോ നമുക്ക് ആടുജീവിതം എത്ര പേര് സിനിമ കണ്ടെന്നറിയില്ല, അല്ലെങ്കിൽ ബെന്യാമിന്റെ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ലൈബ്രറി പോയി അതിന്റെ ഫസ്റ്റ് ഒരു പതിപ്പിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ആണ്. എവരിതിങ് ഇൻ ദിസ് വേൾഡ് ഈസ് മാനിഫെസ്റ്റേഷൻ ആണ്. പക്ഷേ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അനുഭവിച്ചിട്ടില്ലാതെല്ലാം നമുക്ക് കെട്ടുകഥകൾ. ലോ ഓഫ് അട്രാക്ഷന്റെ രുചി നുണഞ്ഞിട്ടുള്ള, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പ്രോസസ്സ് മനസ്സിലാക്കി, അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് മീൻസ് നമ്മുടെ എല്ലാ ചിന്തകളും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ യു ആർ മാനിഫെസ്റ്റിംഗ് എവരിതിങ്. ഓക്കെ. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ രുചി നുണഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ലോ ഓഫ് അട്രാക്ഷൻ കള്ളാണെന്ന് പറയില്ല. എനിക്ക് 2018 ശേഷം എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒരു രുചി നുണയാൻ പറ്റി. അതിനുശേഷം പിന്നെ ഞാൻ വിട്ടിട്ടില്ല, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ബിസിനസ് മെന്റർ ഉണ്ട്, ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളെ അല്ല, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ വോയിസ് മാത്രം കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെയും രാത്രിയും കേട്ടു. രാവിലെ രാത്രി, ഇന്നലെ രാത്രിയും കേട്ടു. 42,000 രൂപയിൽ നിന്ന് 69 കോടി രൂപയിലേക്ക് അദ്ദേഹത്തിന് എത്തി. അപ്പം മാസം എത്ര വരുമാനം കിട്ടും നിങ്ങൾ കാൽക്കുലേറ്റ്. നമ്മൾ വിചാരിക്കുകയാണ് ഒരു ഗവൺമെന്റ് ജോലി, ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാം ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ജോബ്സിന് പറയാണ് എനിക്ക് ഇത്രയും ശമ്പളം കിട്ടും. കാരണം ആളുകൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മൾ പറയും മേക്കിംഗ് മണി സൂപ്പർ ഈസി. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീണത് തന്നെ റിസ്ക് ആണ്. കോടിക്കണക്കിന് വരുന്ന സ്പേംസുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ടാണ്, നമ്മളുടെ സ്പേം ഫ്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ജനിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കോടിക്കണക്കിനുള്ള സ്പേംസുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പേം ഫ്യൂസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായിട്ട് അണ്ടത്തിലേക്ക് ഫ്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഈ ലൈഫ് നിങ്ങളൊന്ന് നൂറ്റാണ്ടുകളോളം ജീവിക്കുന്നു പ്രതീക്ഷയുണ്ടോ? റിസ്ക് എടുക്കാൻ പേടിക്കാൻ. ഈ ഇന്നുള്ള ആള് നാളെ ഉണ്ടോന്ന് ഉറപ്പില്ല, അപ്പോഴാണ് റിസ്ക് എടുക്കാൻ പേടി. ഇഫ് യു ടേക്ക് മോർ റിസ്ക്, നിങ്ങൾ എത്രത്തോളം കൂടുതൽ റിസ്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടോ, എത്രത്തോളം കാൽക്കുലേറ്റ്, അതും റിച്ച് മൈൻഡ് സെറ്റ് ആണ്. റിച്ച് ആയിട്ടുള്ള ആളുകളെല്ലാം റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. ഇഫ് യു ഹാവ് പൂർ മൈൻഡ് സെറ്റ് യു വിൽ ബിക്കം പൂറർ പൂറർ പൂറർ. നിങ്ങളുടെ മനസ്സിൽ ഹൈ എനർജി വൈബ്രേഷൻ ചിന്തകളാണോ? സന്തോഷം, സ്നേഹം, കരുണ, പോസിറ്റിവിറ്റി, നന്ദിയൊക്കെ നെഗറ്റീവ് വൈബ്രേഷൻസ് ആണെങ്കിൽ നമ്മളുടെ ജീവിതം വീണ്ടും വീണ്ടും, അതായത് ദുഃഖം, അതായത് പൈസ, കാരണം ഓൾ ഏരിയാസ് ഓഫ് ലൈഫ് ആർ കണക്റ്റഡ്.
ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്. ഹെൽത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ വെൽത്ത് പ്രോബ്ലം, വെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ കരിയർ പ്രോബ്ലം. എല്ലാ ഏരിയസ് ഓഫ് ലൈഫും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? ഏത് ഏരിയയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതെന്താണ് കാരണം? കാരണം നമുക്കത് മാനിഫെസ്റ്റ് ആവും. കാരണം നമ്മളുടെ ജീവിതം ബേസിക്കലി വി ആർ എൻ എനർജി ബീങ് അല്ലെ. നമ്മളെ എനർജിയാണ്. ആ എനർജിക്ക് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. നമ്മളുടെ ഏരിയ, നമ്മുടെ സ്പേസ് ആണല്ല. അപ്പോൾ ഹെൽത്തിൽ പ്രോബ്ലം വന്നാൽ അപ്പോഴേ പൈസ പ്രോബ്ലം വരും. വെൽത്ത് പ്രോബ്ലം വന്നാൽ, കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രമേ നിങ്ങൾ കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം ദിവസം കാണുന്നതാണ്. അവരെല്ലാം ഓരോരുത്തരും എൻ്റെ പല പല ഇഷ്യൂസ് ആയിട്ട്, ഹെൽത്ത് ആണെങ്കിലും വെൽത്ത്. അവരൊക്കെ കഴിഞ്ഞൊരാൾ വന്നു, അയാൾക്ക് സാമ്പത്തിക തടസ്സം, നല്ല എമൗണ്ട് കടം, അത്രയും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ക്യാൻസൽ ഇട്ടോ ആ നോളജ്. കണ്ണിന് പ്രശ്നം വന്നു, കാഴ്ചയിൽ പ്രശ്നം വന്നു, കഴുത്തിന് പ്രോബ്ലം വന്നു. കാരണം എല്ലാ ഏരിയസ് ഓഫ് ലൈഫും പരസ്പരം കണക്റ്റഡ് ആണ്. വി ആർ ആൻ എനർജി ബി. നമ്മളിപ്പോഴും നമ്മളുടെ ലോകമാണ്, പുതിയ അറിവുകൾ. എൻ്റെ ലൈഫ് മാറി. എൻ്റെ ഒരു മെന്റർ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാനൊരു കോഴ്സിന് വേണ്ടി ഒരു പേയ്മെന്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു മെന്റർ വന്നു, ഒരു ബിസിനസ് മാൻ. അദ്ദേഹം പറഞ്ഞു, ആരുമില്ലേ, നീ എന്ന് മുതൽ നിനക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ നിനക്ക് കിട്ടും. നീ എന്ന് മുതൽ നീ പേ ചെയ്ത് പഠിക്കാൻ തുടങ്ങുന്നു. അതായത് എല്ലാ ആളുകളും അവരുടെ പ്രീമിയം പേയ്മെന്റിലായിരിക്കും വെച്ചിരിക്കുക അല്ലെ. എന്ന് മുതൽ നീ പേ ചെയ്ത് പഠിക്കാൻ തുടങ്ങും, അന്ന് മുതൽ നിന്റെ ജീവിതം മാറുന്നു. ഞാൻ പേ ചെയ്ത് പഠിക്കും. എനിക്ക് കിട്ടുന്ന ഓരോ സെയിൽസിന്റെ, നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അക്കാഡമി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. എനിക്ക് കിട്ടുന്നതിന്റെ ഓരോ സെയിൽസിന്റെയും 10-15% പഠിക്കാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം അറിവുകളാണ്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാഭ്യാസമല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. ഇന്ന് നിങ്ങൾ സ്കൂളിന്റെ തിണ്ണ വിടുന്നു, അല്ലെങ്കിൽ കോളേജിന്റെ തിണ്ണ വിടുന്നു. ചില ആളുകൾ അഹങ്കാരത്തോടെ പറയും, ഞാൻ ഡിഗ്രി പാസ്സാണ്, ഞാൻ MSc ഉണ്ട്. അത് തെറ്റല്ല. അതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. ഒരു സ്കൂളിലും പഠിപ്പിക്കാത്തൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള വിദ്യ. ഇത് ലോകത്തിലെ ഏറ്റവും പരമമായ അറിവാണ്. ഇത് എന്റെ പവറല്ല, ഈ നോളജിന്റെ പവറാണ്. അല്ലേ? എസ് ഓർ നോ? ഈ ലോകത്തിലെ ഏറ്റവും, കാരണം നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ലൈഫ് ഏറ്റവും അതുകൊണ്ട് ഫിനാൻഷ്യൽ വിദ്യാഭ്യാസം എത്ര സ്കൂളുകളും കോളേജിൽ പഠിക്കുന്നു. എങ്ങനെ? അതായത് ഞാൻ അഹങ്കാരം പറയല്ലേ, എനിക്കിനി ഒരിക്കലും സാമ്പത്തിക തടസ്സം വരില്ല. അഹങ്കാരം പറയില്ല. കാരണം അതെല്ലാം ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്താണ്. ആ വിദ്യാഭ്യാസമാണ് ഞാൻ പ്രൗഡ്. ഞാൻ ഡിഗ്രി വരെ പഠിച്ചാണ്, പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് ആസ് പ്രൗഡ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ബട്ട് ഐ ഫീൽ പ്രൗഡ് ബിക്കം എ കണ്ടിന്യൂസ് ലേണറാണ്. ഞാൻ ദിവസം 1 മണിക്കൂറെങ്കിലും പുതിയ കാര്യം പഠിക്കാനായിട്ട്. കാരണം ജീവിതത്തിൽ വേണ്ടത് പ്രവൃത്തി മേഖലയിലുള്ള പഠനമാണ്. ഈ കാണുന്ന ബിസിനസ്സുകാരൊക്കെ വലിയ വലിയ ഭയങ്കര, അതാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ, ആരെയും ചെറുതാക്കി കാണുന്നില്ല. നമുക്ക് യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയാണ്. ബിൽഗേറ്റ്സ് പറഞ്ഞു, ബിൽഗേറ്റ്സിന്റെ കൂടെ പഠിച്ച ആള് ഭയങ്കരമായ ഒരു എഞ്ചിനീയറായ, ഭയങ്കരമായ ഒരു നല്ലൊരു ക്ലാസ് ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. ബിൽഗേറ്റ്സ് +2 ഫെയിലാണ്. പക്ഷേ ബിൽഗേറ്റ്സിന്റെ കമ്പനിയിൽ അദ്ദേഹം ചോദിച്ചു, അത് കുറച്ചാക്കി പറയില്ല. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ ബുദ്ധിമുട്ട്. നമ്മൾ ചോദിച്ചു ഭയങ്കര ബുദ്ധിമാൻ, അങ്ങനെയല്ല. നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എത്രയൊക്കെ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്നൊരു ഷവർമ കഴിക്കണമെന്ന് തോന്നിയാലും, നിങ്ങൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ പോകണമെന്നെങ്കിൽ കാശ് വേണ്ട മക്കളെ, കാശ് വേണം. കാശില്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ അതിന് ഇങ്ങനെയുള്ള മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്, ഫിനാൻഷ്യൽ നോളജ്, എങ്ങനെ ബില്യണർ ആവും. ജസ്റ്റ് സെർച്ച് ഓൺ യൂട്യൂബ് ഹൗ ടു ബിക്കം എ ബില്യണർ. നിങ്ങൾക്ക് 30,000 രൂപ കിട്ടിയാൽ സംതൃപ്തരായാൽ മതിയോ? എങ്കിൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചുകൊണ്ട് നിങ്ങളാവും. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക്, ഇഫ് യു ഫിൽറ്റർ യുവർ തോട്ട് പ്രോസസ്, നിങ്ങളുടെ ചിന്തകളിൽ പരിവർത്തനം വരുത്തി വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഐഡിയാസ് തരും. അത് ചെയ്യും, ഇത് ചെയ്യും. യു ഷുഡ് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. ആക്ഷൻ എടുക്കാതെ, അല്ലാതെ വെറുതെ നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ ലോട്ടറി അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളുടെ ഒരു വില്ലനുണ്ട്. ആ ആക്ഷൻ എടുക്കാതിരിക്കുന്നതിനെ നമുക്ക് റിസൾട്ട് ലാക്ക് ചെയ്യുന്ന ഒരു വില്ലന്റെ പേര് പറഞ്ഞാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഒരു മൈൻഡാണ്, രണ്ട് മൈൻഡ് ഉണ്ട്. ഒരു മൈൻഡാണ് നിങ്ങളുടെ വില്ലൻ. ആരാണെന്നറിയാം? ശല്യം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് മൈൻഡ് ഉണ്ട്. ക്ലൂ തരാം, നിങ്ങൾക്ക് രണ്ട് മൈൻഡ് ഉണ്ട്. ഒരു മൈൻഡാണ് യഥാർത്ഥ വില്ലൻ. ആരാണ് വില്ലൻ എന്ന് പറയോ? നിങ്ങളുടെ വില്ലൻ കോൺഷ്യസ് മൈൻഡാണ്. കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ വില്ലൻ. കാരണം കോൺഷ്യസ് മൈൻഡ് വിവേകപൂർണ്ണമായ, അതായത് അതൊരു കുറച്ച് ചിന്തിച്ച് ചെയ്യുന്നത്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. ഒരു ടേപ്പ് റെക്കോർഡ്, സബ് കോൺഷ്യസ് മൈൻഡാണ് സത്യം പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ നടത്തി തരിക. പക്ഷേ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചിന്തകൾ എത്തിക്കുമ്പോൾ, നിങ്ങൾ അത്രത്തോളം ബിലീവ് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ റിജക്റ്റ് ചെയ്യും. മനസ്സിലായോ? നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ റിജക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? കോൺഷ്യസ് മൈൻഡിലേക്ക് തോട്ട് പ്രോസസ് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ സൈഡായിട്ട് പക്ഷേ
സാധാരണ ഒരു മനുഷ്യൻ 10 വർഷം കൊണ്ട് പണിയെടുക്കുന്നത്, സാധാരണ മനുഷ്യൻ ഒരു ചിലപ്പോൾ നൂറ്റാണ്ടുകളോളം പണിയെടുക്കുന്നത് നിങ്ങൾക്ക് 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 1 വർഷം കൊണ്ട് നടക്കും. സാധാരണ ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ കേസ് ആണെങ്കിൽ ഇവിടുത്തെ സെയിൽസ് വളരെ ഈസി ആയിട്ട് സെയിൽ നടക്കും അല്ലെ. ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് സെയിൽ നടക്കും. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലിയും കൂടെ ആക്ഷൻസ് എടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുമ്പോൾ യുവർ ലൈഫ് വിൽ ബി ദി ബെസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ മണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു. അവിടെ നമുക്ക് മണിയായിട്ട് ബന്ധപ്പെട്ട ഹീലിങ്സ് നടത്തണം. ഹീലിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല ചിന്തകളും അതായത് നെഗറ്റീവ് ചിന്ത, ഞാൻ എപ്പോഴും പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ആ ചെളി കോരി കളഞ്ഞാലേ വെള്ളം കുടിക്കാൻ പറ്റൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആക്ഷൻ എടുത്തെന്നും പറഞ്ഞൊന്നും കിട്ടൂല. എബ്രാഹിംസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ 10 മണിക്കൂർ പണിയെടുക്കുന്നതിനെക്കാട്ടി 17 സെക്കൻഡ് നിങ്ങളുടെ ചിന്തകൾ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാം. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴും പല സമയത്തും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും, അപ്പോഴൊന്നും നടക്കില്ല. മനസ്സിനെ ഒന്ന് സമാധാനപരമായി കൺട്രോൾ കൊണ്ടും നമ്മുടെ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ റിസൾട്ട് വരും. ഞാൻ എല്ലാ ദിവസവും രാവിലെ രാത്രി ഹീൽ ചെയ്യും, രാവിലെ രാത്രി. ഇറ്റ്സ് എ കൺസിസ്റ്റന്റ് പ്രോസസ്. കാരണം പല ആളുകളും മാനിഫെസ്റ്റേഷൻ 1 ദിവസം 2 ദിവസം ഫോളോ ചെയ്യും. മാനിഫെസ്റ്റേഷൻ എല്ലാം പൊട്ടത്തരം, ചിന്തകളെയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 1 ദിവസം 2 ദിവസം ഫോളോ ചെയ്യുന്നതിലല്ല നിങ്ങൾക്ക് റിസൾട്ട്. കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രപഞ്ചവും നിങ്ങൾ തമ്മിൽ വ്യത്യാസം. പ്രപഞ്ചം നിങ്ങൾ തന്നെയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ക്യാരക്ടറുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഓക്സിജൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മരം ഇപ്പൊ കാലാവസ്ഥ മാറിയില്ലെങ്കിൽ ഇവിടെ ഉണ്ടോ? ഭൂമി കറങ്ങിയില്ലെങ്കിൽ പറ്റുമോ? ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളെ ഹൃദയം വർക്ക് ചെയ്തില്ലേ പറ്റുമോ? ഇല്ല. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ആ പ്രാക്ടീസസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം, എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അതിന്റെ കൂട്ടത്തിൽ ഹീലിങ്സ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് രാവിലെ. കാരണം നെഗറ്റീവ് ചിന്തകൾ നമ്മൾ അറിയാതെ കുറെ ചിന്തകളല്ല, നിങ്ങളുടെ വൈബ്രേഷൻസ് കയറുന്നതുകൊണ്ട് ചിന്തകൾ നമുക്ക് നെഞ്ചിനകത്തൊരു കട്ടി വരും. നെഞ്ചിനകത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു കട്ടി വരും. അതാണ് നെഗറ്റീവ് ചിന്ത. ആ നെഗറ്റീവ് ഇമോഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിന് ഹീൽ ചെയ്ത് കളയണം രാവിലെ രാത്രി, രാവിലെ രാത്രി. അപ്പൊ എല്ലാ ദിവസവും രാവിലെ രാത്രി ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ആ ഇമോഷൻസ് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക് ഡേ ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്ന പോസിറ്റീവ് ചിന്തകള് മാനിഫെസ്റ്റ് ആവും. പോസിറ്റീവ് ചിന്തകള് മാനിഫെസ്റ്റ് ആവും. അടുത്തെന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിനെ ഒരു സമാധാനപരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് നടക്കും. എപ്പോഴും നമ്മൾ അസ്വസ്ഥരായി നിങ്ങൾ രാവിലെ എവിടെയെങ്കിലും പോകും, കാല് തട്ടിയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, കാല് എവിടെയെങ്കിലും തട്ടിയിട്ട് പോകും. കാല് തട്ടിയിട്ട് പോയാൽ മാനിഫെസ്റ്റേഷൻ നടക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്? മാനിഫെസ്റ്റേഷൻ നടക്കുന്ന അന്നത്തെ ദിവസം മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആയി മാറും. എന്തുകൊണ്ടാണ്? കാരണം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്ക് അവയർനെസ് ഉണ്ട്. അമ്മമാര് എപ്പോഴും മക്കളെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കും. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധരായ ആളുകളാണ് അമ്മമാര്. പക്ഷേ അവര് മക്കളെ പറ്റി എപ്പോഴും ടെൻഷൻ എടുത്തുകൊണ്ടിരുന്നുള്ള പ്രോബ്ലം എന്താണ്? മക്കളുടെ ജീവിതം വീണ്ടും വീണ്ടും ജീർണിച്ചുകൊണ്ടിരിക്കും. അത് അവരറിയുന്നില്ല. കാരണം എല്ലാ ഇമോഷൻസും നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ഈ ലോകത്തിന്റെ എക്സ്പാൻഡ് ചെയ്യാൻ, ഈ ലോകത്തെ വികസിക്കാൻ, ഈ ഭൂമിയിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ ചിന്തകൾക്കാർ, അല്ലെങ്കിൽ അടുത്ത ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, എന്നോ ഉണ്ടായിരുന്ന ഹോമോ സാപ്പിയൻസ് എന്നുള്ള മനുഷ്യര് ടയറും കണ്ടുപിടിച്ച്, അതും കണ്ടുപിടിച്ച്, തോക്കും കണ്ടുപിടിച്ച്, കൃഷിയും കണ്ടുപിടിച്ച്, അങ്ങനെ കണ്ടുപിടിച്ച് പഴയ തലമുറയുടെ ചിന്തകളുടെ പ്രതിഫലനമാണ് ഇന്നത്തെ തലമുറ. അപ്പൊ നിങ്ങളുടെ ചിന്തകൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മനുഷ്യ ജീവിതം മാത്രമല്ല, ഈ ഭൂമിയിലേക്ക്, ഈ യൂണിവേഴ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ, ഈ യൂണിവേഴ്സിനെ തന്നെ വികസിക്കാൻ ഉള്ള കഴിവുള്ള ആളുകൾ നമ്മൾ മാത്രമാണ് മനുഷ്യര്. അതിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം നമ്മുടെ ലൈഫിൽ മാറ്റും. അപ്പം ഇതെല്ലാം പഠിപ്പിക്കുന്ന, എങ്ങനെ കൃത്യമായിട്ട് സമാധാനത്തിൽ കൊണ്ടുപോകുന്ന അലൈൻമെന്റ് പ്രോസസ്സ്, ഹീലിംഗ് ടെക്നിക്ക്, ഇതെല്ലാം പഠിപ്പിക്കുന്ന, പിന്നെ മാജിക്കൽ വോയിസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാജിക് മെന്റൽ 16 കോഴ്സിലേക്ക് എത്തിയ, ഇതെല്ലാം ഷെയർ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിൽ കാണുന്നവർക്ക് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ താല്പര്യമുണ്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് എപ്പോഴും പറയുന്ന മണിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണല്ലോ. സോ വി ക്യാൻ റിപ്പീറ്റ് വൺസ് ടുഗദർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, മേക്കിംഗ് മണി ഒരു 10 പ്രാവശ്യം. മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി, മേക്കിംഗ് മണി സൂപ്പർ ഈസി. ഗുഡ്. ഓക്കെ, പുതിയ ക്ലാസ്സിൽ കാണാം. ബൈ. എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്ക് കൃത്യമായിട്ടൊന്ന് ചോദിക്കാം. ആരും മടി ചെയ്യേണ്ട. നമ്മൾ കൃത്യമായിട്ട്, കാരണം കംഫോർട്ട് സോണിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും ഈ ലോകത്ത് ഒന്നും നേടിയെടുത്തിട്ടില്ല. ഓക്കെ, ഇഫ് യു ആർ ബ്രേവ് ഇനഫ് ടു ആസ്ക്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലെ ഡീറ്റെയിൽസ് പെയ്ഡ് മെമ്പേഴ്സ് ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് അവർ ഷെയർ ചെയ്യാൻ പാടില്ല. ബാക്കി ആളുകൾക്ക് പറയാം. ഒന്ന് ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുള്ളവർക്ക് മൈക്ക് എനേബിൾ ചോദിക്കാം, ഇല്ലെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം.
ഒന്ന് ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യോ. നിങ്ങൾക്ക് ചോദിക്കാനില്ല എങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യും. പെട്ടെന്നാവട്ടെ, നിങ്ങൾക്ക് സമയം കളയരുത് കേട്ടോ, അനാവശ്യമായിട്ട് സമയം കളയരുത്, പെട്ടെന്ന് ചോദിച്ചേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്യില്ല അല്ലേ? എന്തെങ്കിലും ചോദിക്കുന്ന ഇപ്പൊ ആളുകളൊക്കെ ലീവ് ചെയ്യുന്നു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കും? രാജശ്രീ മാഡം, ഫൈസൽ സാർ, ആരെങ്കിലും ഒക്കെ ചോദിക്കുകയുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്താൽ മൈക്ക് ഒന്ന് ക്ലിക്ക് ആയിട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കണ്ടോ? പെട്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന്. എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചാൽ കൃത്യമായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.